അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ UDF ഭരണം ഏറ്റെടുത്ത ശേഷം CPM ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതായി ഭരണസമിതി. ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് പഞ്ചായത്തിൽ UDF വിപ്ലവകരമായ വികസനം നടപ്പിലാക്കിയതായും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. അതിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മരാമത്ത് മന്ത്രി ഇബ്രാഹിം കുഞ്ഞും നടത്തിയ പ്രസ്താവന വളരെ പ്രസക്തമാണ്. ആദ്യം മേൽപ്പാലത്തിന്റെ പണി നടക്കട്ടെ, അത് കഴിയുന്നതോടുകൂടി ബൈപ്പാസിന്റെ പണിയും നടക്കും, രണ്ടും ആവശ്യമാണ് എന്ന നിലയിലാണ് പരസ്യമായ നിലപാടെടുത്തത്. ഒരിടത്തും ഒരാളും ഒരിക്കൽ പോലും UDFന്റെ ഭാഗത്തു നിന്ന് ബൈപ്പാസ് ആവശ്യമില്ല എന്നുള്ള അഭിപ്രായമേ ഉണ്ടായിട്ടില്ല. രണ്ടും വേണം, പക്ഷെ പ്രയോറിറ്റി ഏതിന്, നിയമപരമായുള്ള പ്രയാസങ്ങൾ മറികടക്കാൻ എന്തുമാറും എന്ന് മാത്രമാണ് ആലോചിച്ചത്. പക്ഷെ ദൗർഭാഗ്യവശാൽ മേൽപ്പാലത്തിന്റെ പണി പൂർത്തിയാകുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് വന്നു. CPM ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിന് വേണ്ടി 17 ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയെന്നും പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ തസ്തികകൾ ദീർഘകാലം ഒഴിഞ്ഞുകിടക്കുന്നത് വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നുവെന്നും UDF ആരോപിക്കുന്നു. ഇത് ഫണ്ട് വിനിയോഗത്തെയും നിർമ്മാണ പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുകയാണ്. ജീവനക്കാർ സമ്മർദ്ദം സഹിക്കാതെ സ്ഥലം മാറിപ്പോകുന്നു എന്ന CPM വാദം അടിസ്ഥാനരഹിതമാണെന്നും CPM അംഗങ്ങൾ പോലും ജീവനക്കാരുടെ സ്ഥലമാറ്റത്തിൽ പ്രതിഷേധിക്കാൻ ഒപ്പം വന്നത് തങ്ങളുടെ വാദങ്ങളെ ന്യായീകരിക്കുന്നുവെന്നും UDF ചൂണ്ടിക്കാട്ടി. ഈ പ്രതിസന്ധികളെ അതിജീവിച്ച് പഞ്ചായത്തിൽ UDF വിപ്ലവകരമായ വികസനം നടപ്പിലാക്കിയതായും ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. UDF ഭരണകാലത്ത് മേൽപ്പാലം 20 കോടി രൂപ യുദ്ധകാലാടിസ്ഥാനത്തിൽ പണിതെങ്കിലും പിന്നീട് അധികാരത്തിൽ വന്ന LDF 9 വർഷമായിട്ടും ബൈപ്പാസിന് വേണ്ടി യാതൊന്നും ചെയ്തില്ലെന്ന് UDF ആരോപിക്കുന്നു. MLA മണ്ഡലത്തിൽ UDF ആയി എന്നുള്ള രാഷ്ട്രീയമായ കാരണം മാത്രമാണ് ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് ഇത് പരിഗണിക്കാത്തത് എന്നാണ് നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടുള്ള വിവരങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത്. MLAക്ക് സ്വന്തമായിട്ട് ഫണ്ട് വെക്കാൻ കഴിയില്ലോ. കാരണം MLAക്ക് കിട്ടുന്ന ആസ്തി വികസന ഫണ്ട് എന്ന് പറയുന്നത് 5 കോടി രൂപ മാത്രമാണ്. 5 കോടി കൊണ്ട് ബൈപ്പാസ് പണിയാൻ കഴിയില്ല. MLAക്ക് ആവശ്യപ്പെടാനേ കഴിയുള്ളൂ. അനുവദിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ അതിനു വേണ്ടിയുള്ള നടപടികൾ എടുക്കുന്നില്ല, അതിനുവേണ്ടിയുള്ള സ്റ്റെപ്പ് എടുക്കുന്നില്ല. ഈ 9 കൊല്ലത്തിനടക്ക് ഒരു പുതിയ സർവേ കല്ല് പോലും ഭൂമി അക്വയർ ചെയ്യാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വസ്തുത. ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാത്തതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണ്. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെ വിദേശയാത്രയെക്കുറിച്ചുള്ള CPM ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ജീവനക്കാരുടെ അഭാവം, ട്രഷറി നിയന്ത്രണങ്ങൾ, സർക്കാർ അനുമതികളുടെ കാലതാമസം എന്നിവ മൂലമുള്ള പ്രശ്നങ്ങൾക്ക് CPM ആണ് ഉത്തരം പറയേണ്ടതെന്നും ഇവർ ആവശ്യപ്പെട്ടു. ആരെങ്കിലും ഭരിക്കുന്ന ഗവൺമെന്റ് മുൻകൈ എടുക്കണ്ടേ? ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള ശ്രമമാണെങ്കിലും അത്ര ഒരു മുൻകൈ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ എന്താണ് അതിൻ്റെ പ്രസന്റ് പൊസിഷൻ എന്നതിനെ കുറിച്ച് ആർക്കും കൃത്യമായ ഒരു ധാരണയും ഇല്ലാത്ത സാഹചര്യമാണ്. നേരത്തെ ഉണ്ടാക്കിയ അലൈൻമെന്റിൽ ചില വീടുകൾ നഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞിട്ട് അലൈൻമെന്റ് മാറ്റിച്ചിട്ടുണ്ടായിരുന്നു. ആ അലൈൻമെന്റ് മാറ്റിയപ്പോൾ ഒന്നിൽ കൂടുതൽ വീടുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അലൈൻമെന്റ് സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ വിവാദം ഉണ്ടായിരുന്നു എന്നതല്ലാതെ പിന്നീട് അലൈൻമെന്റ് ഫിക്സ് ചെയ്യുകയോ അന്തിമമായി തീരുമാനിക്കപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. CCN പെരിന്തൽമണ്ണ.